MT എന്ന രണ്ടക്ഷരം മലയാള ഭാഷയുടെ ഉമ്മറത്തെ ചാരുകസേരയായിരുന്നു. അതിൽ വിരാജിച്ച സാഹിത്യകാരണവർ നാലുകെട്ടിന്റെ പടിയിറങ്ങി കാലത്തിന്റെ മഞ്ഞിൽ മറയുന്നു. ഇരുട്ടിന്റെ ആത്മാവ് ബാക്കി. കാലം എന്ന കൃതിയിൽ MT ഇങ്ങനെ എഴുതി: കാലം കുലംകുത്തി കടന്നു പോകും, എല്ലാം മാറും, സ്ഥലരാശികൾ, കാഴ്ചകൾ, അഭിരുചികൾ, മനുഷ്യ മനസ്സ്. പക്ഷെ കുറ്റിയിൽ കെട്ടിയിട്ട തോണി പോലെ തന്നെ ഞാൻ എന്ന കുറ്റി. MTയുടെ മനസ്സാണ് ഈ നോവലിൽ കാണുന്നത്. മലയാള ഭാഷയിൽ നിന്ന് ഒഴുകിമാറാത്ത വഞ്ചിയായിരുന്നു അദ്ദേഹം. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി കൂടിയാണ് കാലം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MTയെ വിശേഷിപ്പിക്കാൻ മലയാളത്തിൽ ഒറ്റ വാക്ക് അസാധ്യം. കഥാകാരൻ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നാടകകൃത്ത്, ബാലസാഹിത്യകാരൻ, അധ്യാപകൻ, പത്രാധിപർ എന്നിങ്ങനെ എത്രയോ പദവികൾ. 1933 പാലക്കാട് കൂടല്ലൂരിൽ ജനിച്ച MTയെ തേടി ജ്ഞാനപീഠം, പത്മഭൂഷൺ, JC ഡാനിയൽ അടക്കം എത്രയോ ബഹുമതികൾ കൂടെ വന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടിയെങ്കിലും കഥയുടെ രസതന്ത്രം നന്നായി പകർന്നു നൽകുന്ന ഭാഷാ തമ്പുരാനായിരുന്നു ഈ മനുഷ്യൻ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കൃതിയിലൂടെ ഒന്നാമതെത്തിയ MT എന്ന ചെറുപ്പക്കാരൻ പിന്നീട് അതേ സ്ഥാപനത്തിന്റെ പത്രാധിപരായി മാറിയെന്നത് മറ്റൊരു ചരിത്രം. പാതിരാവും പകൽ വെളിച്ചവുമായിരുന്നു ആദ്യ നോവൽ. പക്ഷേ 1958 ആദ്യം അച്ചടിച്ചിറങ്ങിയ കൃതി നാലുകെട്ട്. ഇതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സ്വന്തമായി. മുറപ്പെൺ എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി. നിർമാല്യമാണ് ആദ്യം സംവിധാനം ചെയ്ത ചിത്രം. ഇതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും ലഭിച്ചു. MT തിരക്കഥ എഴുതിയ കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം, വൈശാലി തുടങ്ങിയ സിനിമകൾക്ക് എത്രയോ പുരസ്കാരങ്ങൾ വേറെ. പഴശ്ശിരാജ് വരെയുള്ള 50ഓളം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. 1985 ഇറങ്ങിയ രണ്ടാം ഊഴത്തിന് അവാർഡ് നൽകിയതോടെയാണ് വയലാർ അവാർഡ് തന്നെ ശ്രദ്ധേയമായി മാറിയത്. രണ്ടാം ഊഴം സിനിമയായി കാണണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് MT വിട പറയുന്നതും. ആയിരത്തി 1995 ജ്ഞാനപീഠത്തിലേക്ക് MT നടന്നു കയറിയത്. 2005 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അസുരവിത്ത് എന്ന നോവലിൽ MT എഴുതിയതിങ്ങനെ: സന്തോഷത്തിൽ ഒരുമിച്ച് നിൽക്കാത്ത മനുഷ്യർ ദുഃഖത്തിൽ ഒരുമിച്ച് നിൽക്കും, പരസ്പരം താങ്ങാകും. കോവിഡ് കാലത്ത് അങ്ങെഴുതിയ ഈ വാക്കുകൾ മലയാളികളായ ഞങ്ങൾ കടമെടുത്തോട്ടെ. MTയുടെ വേർപാട് വരുത്തിയ ദുഃഖത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.